പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂരിന്റെ കിരീടം എന്ന് വിളിക്കാവുന്ന ഒരു സ്വർഗത്തിലേക്കാണ്, പാലക്കയം തട്ടിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിൽ മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന ഒരു മായാലോകം. യാത്രയുടെ ക്ഷീണം മാറുവാൻ വേണ്ടി തൊട്ടടുത്ത് കണ്ട അരുവിയിലിറങ്ങി ഞങ്ങൾ മുഖവും കാലുകളൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി യാത്ര വീണ്ടും തുടർന്നു. യാത്രയിൽ ഒരു വ്യത്യസ്തത വേണമെന്ന് കരുതി ഞങ്ങൾ ഇത്തവണ നേരെ പാലക്കയം തട്ടിൽ കയറാതെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി. അവിടെ ഒരു അടിപൊളി മനോഹരമായ ഒരു ദേവാലയമുണ്ട്. മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കാണാൻ. അവിടെ നിന്നും നമ്മൾ പാലക്കയം തട്ടിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. അരികിലേക്ക് ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കി. അടിപൊളി വ്യത്യസ്തമായ മനോഹര കാഴ്ചകളാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങ് ദൂരെ ചെറു പട്ടണങ്ങളും മലനിരകളും അടിപൊളിയായി കാണാൻ പറ്റും. ആകാശത്തിൽ ഇങ്ങനെ മഴമേഘങ്ങൾ പാറി നടക്കുന്ന സുന്ദരമായ കാഴ്ച. പെട്ടെന്നാണ് ഒരു ചേട്ടൻ എവിടെ നിന്നാണെന്ന് അറിയില്ല ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഒരുപാട് കഥകളും കാര്യങ്ങളും സ്ഥലങ്ങളും ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. അദ്ദേഹം പേരക്കയും അതുപോലെ മാങ്ങയൊക്കെ ഞങ്ങൾക്ക് പറിച്ചു തന്നു. എങ്ങോട്ടെന്നില്ലാതെ അദ്ദേഹം യാത്രയും പറഞ്ഞ് തിരികെ എങ്ങോട്ടെന്നില്ലാതെ പോയി മറഞ്ഞു. അവിടെ അല്പസമയം ചിലവഴിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പാലക്കയം തട്ടിൽ. റോഡ് ആകെ ശോകമാണ് കേട്ടോ. മുകളിലെത്താനാകുമ്പോഴത്തേനും റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇനി എന്നാണാവോ ഇതൊക്കെ ഒന്ന് ശരിയായി കിട്ടും. അങ്ങനെ പാലക്കയം തട്ടിൻ്റെ മുകളിലെ വ്യൂ ആണ് കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് പാലക്കയം തട്ടിലേക്കുള്ള എൻട്രി. വൈകുന്നേരം ആകുന്നേ ഉള്ളൂ. അത്യാവശ്യം ആളുകളും കാറുകളും വാഹനങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്ത് കൗണ്ടറിനുള്ളിലേക്ക്. ഒരുപാട് പേർ അവിടെ ഇരുന്ന് ചായ നുകരുന്നുണ്ടായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച ഒരുപാട് ആളുകളെ കാണുക. ഇതാണ് പാലക്കയം തട്ടിൻ്റെ എൻട്രി ബോർഡ്. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി. മനോഹരമായ സുന്ദരമായൊരു ലോകത്തെത്തിയ അനുഭൂതിയായിരുന്നു അവിടമാകെ. മല കയറി അല്പമൊന്ന് ക്ഷീണിച്ചാൽ ഇരിക്കുവാൻ വേണ്ടി മനോഹരമായ ഇരിപ്പിടങ്ങളും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് താഴേക്കുള്ള വ്യൂ. പാറകളിൽ ഗ്രിപ്പ് കിട്ടുവാൻ വേണ്ടിയിട്ട് തെന്നി വീഴാതിരിക്കാൻ കോറിയിട്ടിട്ടുണ്ട് കേട്ടോ. വിരുന്നുകാരായി അവിടെ എത്തിയ ഞങ്ങളെ വരവേറ്റത് നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടപ്പാതയിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് കാറ്റിന്റെ ശക്തി കൂടുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതിശക്തമായ കാറ്റ് മുഖത്ത് തട്ടി മുടിയിഴകളെ പറത്തിക്കളിക്കും. മുകളിലെത്തിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ച. നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പർവ്വതാനി, താഴ്വാര മുഴുവൻ വെള്ളപ്പഞ്ഞി പോലെ മൂടിയ മൂടൽ മഞ്ഞ്, നീലാകാശവും പച്ചഭൂമിയും തമ്മിൽ ചുംബിക്കുന്ന അതിർത്തി, 360 ഡിഗ്രിയിൽ കണ്ണിന് വിരുന്നൊരുക്കുന്ന കാഴ്ച. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എത്തിയാൽ മഞ്ഞിനിടയിലൂടെ ഉദിച്ചുയരുന്ന സൂര്യനെയും വൈകുന്നേരമായാൽ ചെറു വിളക്കുകൾ കൊണ്ട് തിളങ്ങുന്ന പാലക്കയം തട്ടിനെയും കാണാം. വെറും കാഴ്ച കാണാൻ മാത്രമല്ല പാലക്കയം തട്ട്. ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. സിപ്പ് ലൈൻ, റോപ്പ് ക്രോസിംഗ്, സോർബിംഗ് ബോൾ, ആർച്ചറി ഗൺ, ഷൂട്ടിംഗ് തുടങ്ങിയ അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ പറയുകയേ വേണ്ട. ഓരോ ഫ്രെയിമും ഒരു പോസ്റ്റ് കാർഡാണ്. ടെന്റിൽ താമസിച്ച് മലമുകളിൽ രാത്രി കഴിയാനും സൗകര്യമുണ്ട്. സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6:30 വരെ. പോകാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ ജനുവരി വരെ. മലമുകളിലെ തണുത്ത കാറ്റത്ത് ഇങ്ങനെ ഇരുന്നൊരു ചായ കുടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ താഴ്വാരത്തിൽ നിന്നും വാഹനങ്ങൾ കടന്നു വരുന്നത് നമുക്ക് മലമുകളിൽ നിന്ന് തന്നെ കാണാം. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ വാഹനവുമായി മലയുടെ ഒരു വശമാണ് കയറാൻ നോക്കുക. ഇന്ന് ഏതായാലും ഞാൻ ഓപ്പോസിറ്റ് എൻട്രി കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നല്ല മുളകളൊക്കെ അലങ്കാരമായിട്ടുണ്ട്. ഇതാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ എൻട്രി. കരുവഞ്ചാൽ വഴി വരുന്നവർക്ക് താഴെ കവലയിൽ നിന്നും ഓഫ് റോഡ് വഴി നേരെ ഈ ഗേറ്റിൽ എത്തിച്ചേരാം. ഇവിടെ നിന്നും എൻട്രി ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാം. അവിടെ നിന്നും ഞങ്ങൾ നേരെ തിരികെ വന്ന വഴിയെ തിരിച്ച് പാലക്കയം തട്ടിന്റെ മുകളിലേക്ക് തന്നെ വന്നു. അടിപൊളിയായിട്ട് ടെന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. കാഴ്ചകളൊക്കെ കണ്ട് തിരികെ മടങ്ങാൻ നേരം ഒരുപാട് ആളുകൾ മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്തായി കോടമഞ്ഞ് കയറാൻ തുടങ്ങിയിരിക്കുന്നു. അല്പസമയം കൂടി നിന്ന് കഴിഞ്ഞാൽ അടിപൊളി കോടമഞ്ഞ് ആസ്വദിക്കാമായിരുന്നു. അപ്പോൾ എങ്ങനെയാ, ബാഗ് പാക്ക് ചെയ്തല്ലോ. ഈ മൺസൂണിൽ പച്ചപ്പ് പുതച്ച് നിൽക്കുന്ന പാലക്കയം തട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വരൂ, പ്രകൃതി ഭംഗി നേരിട്ട് ആസ്വദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.